13ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികാരനിർഭരമായ വിടവാങ്ങൽ പ്രസംഗം. വിമർശിച്ചവർക്കും കൂടെ നിന്നവർക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും സഭാ നടപടികളിൽ സഹകരിച്ചവർക്ക് സ്പീക്കർ അവലോകന പ്രസംഗത്തിൽ നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിയമസഭയിൽ നിന്ന് സഫീറ മഠത്തിലകത്ത് ചേരുന്നു. സഫീറ, നന്ദി പ്രസംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇന്ന് 13ാം നിയമസഭയുടെ 11 ദിവസം നീണ്ടുനിന്ന 16ാം സമ്മേളനമാണ് ഇന്ന് അവസാനിച്ചത്. മുഖ്യമന്ത്രി അവസാന നിമിഷം നടത്തിയ നന്ദി പ്രസംഗത്തിൽ, മറുപടി പ്രസംഗത്തിൽ പ്രധാനമായും നന്ദി പറഞ്ഞത് പ്രതിപക്ഷത്തിനായിരുന്നു. വളരെ വികാരഭരിതമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. വിമർശനാത്മകമായ ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്നെങ്കിൽ അത് എനിക്ക് തിളങ്ങുന്ന ഒരു ഭരണം കാഴ്ചവെക്കാനാണ് UDF സർക്കാരിനെ സഹായിച്ചത്. ജനാധിപത്യപരമായ നീക്കമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്തരിച്ച മുൻ സ്പീക്കർ ജി കാർത്തികേയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് അവലോകന പ്രസംഗം നടത്തിയത് സ്പീക്കറായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ചില അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സാമാജികരും നന്നായി സഹകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. 13ാം നിയമസഭയുടെ കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികാരനിർഭരമായ വിടവാങ്ങൽ പ്രസംഗം. വിമർശിച്ചവർക്കും കൂടെ നിന്നവർക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു സഫീറ മഠത്തിൽ.